ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് റിവ്യൂവിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് നമ്മൾ അന്ന് പറഞ്ഞ പോലെ തന്നെ ടൈപ്പ് 1 സെൻ എസ്റ്റിലുണ്ടോ ആദ്യത്തെ ഷേപ്പ് സെൻ എസ്റ്റിൽ ഇറങ്ങിയപ്പോൾ മോഡലാണ്. 2007 ഈ വണ്ടിയുടെ മോഡൽ ഇരുന്നത്. 2027 ഒരു പേപ്പറുള്ള വണ്ടിയാണ്. ഇത് ഒരു സിംഗിൾ ഓണർഷിപ്പ് വാഹനമാണ്. അതിന്റെ ക്വാളിറ്റി വണ്ടി നമുക്ക് കാണുമ്പോഴേ അറിയാൻ സാധിക്കുന്നുണ്ട്. നല്ല ക്വാളിറ്റി പെയിന്റിങ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് സെൻ എസ്റ്റിന്റെ ഡീറ്റെയിൽസിലേക്ക് പോവാം. ഈ ഫ്രണ്ട് വശം കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ സാധിക്കേണ്ട ആ ഒരു ഹെഡ്ലൈറ്റ് ഇതിന്റെ നല്ല സ്ലോപ്പ് ആയിട്ടുള്ള ആ ഒരു മോഡൽ ഹെഡ്ലൈറ്റ് ആണ്. ആ ഒരു ഫസ്റ്റ് ജനറേഷൻ ആണ്. ഇപ്പോൾ വന്നേക്കണേ കുറച്ചുകൂടെ ബൾജ് ചെയ്തിട്ട് ഇച്ചിരി ചേഞ്ച് കിട്ടും ഹെഡ്ലൈറ്റിൽ. അതിന്റെ വീഡിയോ നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അല്ല ഫ്രണ്ട് വശം നോക്കുമ്പോൾ അതിലും ഗ്രില്ലിലും പാറ്റേണിലൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ടോ. ഇത് നോർമൽ ഒരു നാനോടെ ഒരു സിമിലാരിറ്റി ഉള്ള ഫ്രണ്ട് ഷേപ്പാണ് വന്നിട്ടുള്ളത്. നാനോടെ എന്ന് പറയാൻ പറ്റില്ല, ആ ഒരു മോഡലിൽ ഒരു സ്ലോപ്പ് ആയിട്ടുള്ള ഡിസൈൻ ആണോ. അപ്പോൾ വണ്ടിയുടെ സൈഡ് വ്യൂ കാര്യങ്ങളൊക്കെ നോക്കാം. സൈഡ് വ്യൂ നോക്കുമ്പോഴായാലും വേറെ ഓവറോൾ സൈഡ് വ്യൂവിൽ വലിയ ചേഞ്ചോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല കേട്ടോ. ബാക്കി ഗ്രൗണ്ട് ക്ലിയറൻസും കാര്യങ്ങളൊക്കെ ആയാലും മാന്യമായിട്ടുള്ള ഗ്രൗണ്ട് ക്ലിയറൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ടയർ സൈസ് ഒക്കെ ആയാലും നോർമൽ മറ്റേ വണ്ടിയുടെ സെയിം ടയർ സൈസും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഇത് ഫ്രണ്ട് ഒരു 80 ഓവറോൾ 70% ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. 13 ഇഞ്ച് ടയറാണ് വണ്ടിക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ വണ്ടിയുടെ ഇന്റീരിയർ നോക്കാം. ഇന്റീരിയർ നോക്കണ മുമ്പ് നമുക്ക് ഇതൊക്കെ കണ്ടാൽ അറിയാം, വാഗണറിന്റെ സെയിം തന്നെ മെറ്റീരിയൽ, സെയിം തന്നെ ആ ഒരു മിററും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. നല്ല ഡോർ പാനലായാലും നോക്കുമ്പോഴായാലും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഡോർ പാനലും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. അത്യാവശ്യം ഹെവി ഡോറാണോ. വാഗണറിന്റെ സിമിലർ ആയിട്ട് തന്നെ അത്യാവശ്യം നല്ല വൈഡ് ആയിട്ട് തന്നെ ഡോർ ഓപ്പൺ ആവുന്നുണ്ട്. കയറി ഇറങ്ങാനായാലും വലിയ ബുദ്ധിമുട്ടില്ലാട്ടോ. അപ്പോൾ വണ്ടിയുടെ ഉള്ളിലേക്ക് കയറാം. ഉള്ളിലേക്ക് കയറുമ്പോഴായാലും സിമ്പിൾ ആയിട്ട് നമുക്ക് കയറാൻ സാധിക്കും കേട്ടോ. നല്ല ബീജ് ആൻഡ് ബ്ലാക്ക് കോമ്പോയിലുള്ള ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെയാണ്. സ്റ്റിയറിംഗ് ഒക്കെ ആയാലും നല്ല ക്യൂട്ട് ആയിട്ടുള്ള ബീജ് സ്റ്റിയറിംഗ് കളറുള്ള സ്റ്റിയറിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടോ. അപ്പോൾ നല്ല ചിൽഡ് ഏസിയും കാര്യങ്ങളൊക്കെയാണ് ഈ വണ്ടിക്ക് വന്നിട്ടുള്ളത്. പൈനിയറിന്റെ സ്റ്റീരിയോ ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ ഉൾപ്പെടെയുള്ള ഫീച്ചേഴ്സും വണ്ടിക്ക് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല സീറ്റ് കവറിന്റെ ക്വാളിറ്റി ഒക്കെയാലും നല്ല ക്വാളിറ്റി ഉള്ള സീറ്റ് കവറാണ്. സുസുക്കിയുടെ അതേ ബ്രാൻഡിലുള്ള അവർ തന്നെ കൊടുത്തിട്ടുള്ള സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ആണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വണ്ടിയുടെ ബാക്ക് സൈഡ് നോക്കാം. ബാക്ക് സൈഡ് നോക്കുമ്പോഴായാലും അവിടെയും നല്ല നീറ്റായിട്ട് തന്നെ ഉള്ളത്. ഈ സീറ്റ് കവർ പെട്ടെന്ന് ചൂടാവുന്ന ടൈപ്പ് സീറ്റ് കവർ അല്ല, അത്യാവശ്യം ക്വാളിറ്റി ഉള്ള സീറ്റ് കവറാണ് കേട്ടോ. നല്ല മെറ്റീരിയൽ ഇട്ടുള്ള സീറ്റ് കവറാണ്. നല്ല ടോപ്പൊക്കെ നോക്കുമ്പോഴായാലും വേറെ മുഷിഞ്ഞിട്ടോ കാര്യങ്ങളോ ഇല്ല കേട്ടോ. വണ്ടി 66,000 കിലോമീറ്ററാണ് ആകെ ഓടിയിട്ടുള്ളൂ. അതിന്റെ ക്വാളിറ്റി വണ്ടിയിൽ കാണാനുണ്ട് കേട്ടോ. പിന്നെ അതിൽ ഫ്ലോറിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ക്ലീൻ ചെയ്യാനും വലിയ ബുദ്ധിമുട്ടൊന്നും വരുന്നില്ല കേട്ടോ. ഈ വാഹനത്തിന്റെ ബാക്ക് സൈഡ് നോക്കാം. ബാക്ക് സൈഡ് നോക്കുമ്പോഴായാലും വലിയ ചേഞ്ചോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ടൈപ്പ് 2 വെച്ച് നോക്കുമ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെ കേട്ടോ. അത്യാവശ്യം വലിപ്പമുള്ള നല്ല ഗ്ലാസ് ഏരിയയും കാര്യങ്ങളും വന്നിട്ടുണ്ട്. LHC എന്നുള്ള ബഡ്ജിങ് NST എന്നൊക്കെ ഉള്ളത് കാണാം. അതുപോലെ തന്നെ ബാക്കിൽ ഈ പറഞ്ഞു തരേണ്ട മറ്റേ സെന്നിലൊക്കെ വരുന്ന പോലത്തെ ഒരു ഡോർ ഹാൻഡിൽ കേട്ടോ. പഴയ മോഡൽ സെന്നിൽ വന്ന പോലത്തെ ഡോർ ഹാൻഡിലും കാര്യങ്ങളൊക്കെയാണ് ബാക്ക് ബൂട്ട് ഓപ്പൺ ചെയ്യാനും കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ബൂട്ട് ഓപ്പൺ ചെയ്യുമ്പോഴതിൽ അത്യാവശ്യം നല്ല ഒരു ബൂട്ട് സ്പേസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. വാഗണറിന്റെ അതേ സിമിലർ ആയിട്ടുള്ള ബൂട്ട് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ടോ. അതുപോലെ സ്റ്റെപ്പിനെയൊക്കെ നല്ല ഒതുക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ കുറച്ച് എന്തോ ഒരു സ്റ്റോറേജ് സ്പേസ് പോലെ കൊടുത്തിട്ടുണ്ട്. അത് എന്തിനാന്ന് കറക്റ്റ് ആയിട്ട് എനിക്ക് അറിയില്ല. അങ്ങനെ സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ബാക്ക് ഡോറിൽ അത്യാവശ്യം ഹെവി ബാക്ക് ഡോറും കാര്യങ്ങളൊക്കെയാണ്. തീരെ ലോ ക്വാളിറ്റി ഒന്നും അല്ല കേട്ടോ. നല്ല ക്വാളിറ്റി തന്നെയാണ് ഉള്ളത്. സൈഡ് വ്യൂ നോക്കാം. വാഹനത്തിന്റെ സൈഡ് വ്യൂവിലായാലും വേറെ ബീഡിങ്ങുകളോ കാര്യങ്ങളൊന്നും എക്സ്ട്രാ ചെയ്തിട്ടില്ല. സിമ്പിൾ ആൻഡ് ഹമ്പിൾ ആയിട്ടാണ്. അങ്ങനെ ആ സ്റ്റോക്ക് കണ്ടീഷൻ തന്നെയാണ് ഉള്ളത്. വേറെ റീപ്ലേസ്മെന്റ് ഒന്നും വരാത്ത വണ്ടിയാണ്. സ്റ്റോക്ക് കണ്ടീഷൻ തന്നെയാണ് ഉള്ളത്. അപ്പോൾ വണ്ടിയുടെ എഞ്ചിൻ റൂം ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇത് എഞ്ചിൻ റൂം നോക്കിയാൽ കാണാവുന്നതാണ്. നല്ല വൃത്തിയിലാണ് ഉള്ളത്. വേറെ മേജർ ആയിട്ടുള്ള ഓയിൽ ലീക്കോ കാര്യങ്ങളൊന്നും ഇല്ല. നല്ല വൃത്തി തന്നെ കൊണ്ടുവരുന്ന വണ്ടിയാണ്. എഞ്ചിൻ റൂമിൽ ആ ഒരു വൃത്തി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. വേറെ പേസ്റ്റിങ്ങളൊക്കെ ആയാലും നോക്കുമ്പോൾ അറിയാവുന്നതാണ്. വേറെ തട്ടോ മുട്ടോ റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല. ബോണറ്റിന്റെ പേസ്റ്റിംഗ് ഒക്കെ പക്കയായിട്ടാണ് ഉള്ളത്. ബാറ്ററി ആയാലും വലിയ പഴക്കമുള്ള ബാറ്ററി ഒന്നും അല്ല ഇരിക്കണേ. അപ്പോൾ ഈ വാഹനം നമുക്ക് കൊണ്ട് ഡെയിലി യൂസ് ചെയ്യുന്ന നല്ലൊരു ഫാമിലി കാറാണ്. ചെറിയ ബഡ്ജറ്റിൽ കിട്ടുന്ന ഒരു വാഹനമാണ്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വണ്ടിക്ക് പറ്റുന്നുണ്ട് കേട്ടോ. നമ്മുടെ സെന്നസ്റ്റിലോ ഓടിച്ചോണ്ടിരിക്കുക കേട്ടോ. ആ ഫസ്റ്റ് ജെൻ സെന്നസ്റ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഗണറിന്റെ സിമിലർ എഞ്ചിനാണ്. ഓടിക്കുമ്പോഴല്ല അതേ കംഫോർട്ട് തന്നെയായിട്ട് കിട്ടണേ. വണ്ടി നല്ല പറന്ന് നിൽക്കുന്നുണ്ട്. നമ്മുടെ വാഗണർ നിൽക്കണ പോലെ തന്നെ നല്ല ഡ്രൈവിംഗ് പൊസിഷനും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെയാണ് കേട്ടോ. കുറച്ചുകൂടെ ബീച്ച് ടച്ചുള്ള ഇന്റീരിയറും കാര്യങ്ങളും ഒന്നും അല്ലാണ്ട് വേറെ ഡ്രൈവിങ്ങിലോ കാര്യങ്ങളിലോ വ്യത്യാസമില്ല. നല്ല വിസിബിലിറ്റി ഉണ്ട് കേട്ടോ. വാഗണറിലും കുറച്ചുകൂടെ മുൻപന്തിയിലാണ് വിസിബിലിറ്റിയുടെ കാര്യത്തിൽ. കുറച്ചുകൂടെ ഗ്ലാസ് ഏരിയയും കാര്യങ്ങളൊക്കെ കൂടുതലുള്ളതുകൊണ്ട് വണ്ടി ചുറ്റുമുറം കണ്ട് ഓടിക്കാം കേട്ടോ. അപ്പൊ അതേ ഫ്രണ്ടോട്ട് നോക്കുമ്പോഴേ നമുക്ക് കാണാവുന്നതാണ് വാഗണറിന്റെ സിമിലർ ആയിട്ടുള്ള പൊസിഷനിൽ നമുക്ക് ഹൈറ്റിൽ നിന്ന് കാണുന്ന അതേ വ്യൂ ആണ് കേട്ടോ. ഈ ST എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇത് പ്രോപ്പർ ആയിട്ട് അതിന്റെ എഞ്ചിനും കാര്യങ്ങളും എല്ലാം ഒട്ടുമിക്ക എല്ലാ സ്പെയറും വന്നിരിക്കുന്ന വാഗണറിന്റെ സെയിം ആണ്. 2007-8 ഇറങ്ങിയ വാഗണറിന്റെ അതേ സിസ്റ്റം തന്നെയാണ്. വണ്ടിയുടെ ഷേപ്പിലും ഹെഡ്ലൈറ്റ് ഇങ്ങനെയുള്ള ബോഡി സ്പെയറിൽ മാത്രമാണ് വ്യത്യാസമുള്ളൂ. ബാക്കി എഞ്ചിനും മെക്കാനിക്കൽ സ്പെയറുകളെല്ലാം വാഗണറിന്റെ സിമിലർ ആണ് കേട്ടോ.
അപ്പോൾ അതിന്റെ സെയിം മൈലേജും കാര്യങ്ങളും തന്നെ ലഭിക്കും, വാഗണറിന്റെ മൈലേജ് തന്നെ ലഭിക്കും. നമുക്ക് അത്യാവശ്യം നീറ്റായിട്ട് കൊണ്ടുനടക്കാം, വലിയ എക്സ്പെൻസും വരുന്നില്ല കേട്ടോ. സ്പെയർ ഒന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ല. അപ്പോൾ ഈ വാഹനം വാങ്ങാൻ താല്പര്യമുള്ളവർ നമ്മളെ കോൺടാക്ട് ചെയ്യുന്നതാണ്. ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം കേട്ടോ, റേറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ വരുന്നവരെ ബൈ ബൈ.